നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങി സർക്കാർ. വനം നിയമ ഭേദഗതി ഉപേക്ഷിച്ചു. നിയമം മനുഷ്യന് വേണ്ടിയെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ഉറപ്പ്. കേരള കോൺഗ്രസിന്റെ പോരാട്ട വിജയമെന്ന് ജോസ് കെ മാണി. സംസ്ഥാനത്തിന്നും ജീവനെടുത്ത് കാട്ടാന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി. താൻ മത്സരിക്കണമോ എന്നത് പാർട്ടി തീരുമാനിക്കും. തീരുമാനിക്കുന്നത് PV അൻവർ അല്ലെന്നും മറുപടി. ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലോ. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിലൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളും. പിണറായിക്ക് പുതിയ വാഴ്ത്തുപാട്ട്. ചെമ്പടയ്ക്ക് കാവലാളെന്ന് വിശേഷണം. കേട്ടിട്ടില്ലെന്ന് ചിരിച്ചുകൊണ്ട് പ്രതികരണം. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. മുസ്ലിം ലീഗ് സമസ്ത സമവായം. പാണക്കാട് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ പരസ്യ ഖേദ പ്രകടനം. ഐക്യത്തിന് വേണ്ടിയെന്ന് ലീഗ് വിരുദ്ധർ. ചർച്ചകളിലൂടെ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് നേതാക്കൾ. പെരിയാർ ഇരട്ടക്കൊലയിൽ നിയമ പോരാട്ടത്തിന് പണപ്പിരിവിന് CPM. 2 കോടി സമാഹരിക്കാൻ ലക്ഷ്യം. പാർട്ടി അംഗങ്ങളായ സർക്കാർ ജീവനക്കാർ 1 ദിവസത്തെ ശമ്പളം നൽകണം. നിഷേധിച്ച് ജില്ലാ സെക്രട്ടറി. CPM തീവ്രവാദികളെക്കാൾ മോശമെന്ന് VD സതീശൻ. ബോബി ചെമ്മണ്ണൂരിന് കണക്കിന് കൊടുത്ത ഹൈക്കോടതി. ജാമ്യം റദ്ദാക്കുമെന്ന പേടിയിൽ ശരവേഗത്തിൽ ജയിൽ വിട്ടിറങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. പിന്നാലെ പലവട്ടം മാപ്പുപറച്ചിൽ. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന ധാരണ വേണ്ടെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. നെയ്യാറ്റിൻകരയിലെ സമാധി തറയ്ക്ക് നിയമസംരക്ഷണമില്ല. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദ്യമുയർത്തി ഹൈക്കോടതി. നാളെ പൊളിക്കും. പരിശോധന ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ. സമാധിയെന്ന് ആവർത്തിച്ച് മകൻ. കൊണ്ടോട്ടിയിൽ 19കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് വനിതാ കമ്മീഷൻ. വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്ന യുവതിയുടെ കുടുംബം. പത്തനംതിട്ട പോക്സോ കേസിൽ കേസെടുത്ത വനിതാ കമ്മീഷൻ. ദുരനുഭവം കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നില്ലെന്ന് P സതീദേവി. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും BJP കുരുക്കുമുറുക്കുന്നു. മദ്യനയക്കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ആഭ്യന്തര മന്ത്രാലയം. രാഷ്ട്രീയ നീക്കമെന്ന് AAP. നീക്കം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. കരസേനാ ദിനത്തിൽ ചരിത്രം കുറിച്ച് രാജ്യം. 2 യുദ്ധക്കപ്പലുകളും 1 അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്തു. പ്രതിരോധ മേഖലയിലെ നിർണായക ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി. അതിർത്തിയിലെ വെല്ലുവിളി നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമെന്ന് കരസേനാ മേധാവി. വിശദമായ വാർത്തകളിലേക്ക്. വനം നിയമ ഭേദഗതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. വന നിയമ ഭേദഗതി റദ്ദാക്കുന്നതിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മലയോര മേഖലയിൽ ഈ വിഷയം ശക്തിയേറിയ ആയുധമാക്കി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന പ്രതിപക്ഷ നീക്കത്തിന് തടയിടാൻ ഇതിലൂടെ സർക്കാരിന് കഴിയും. കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമാകും വന നിയമ ഭേദഗതി മാറുകയായിരുന്നു. കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താനും ഒരു പരിധിവരെ ഈ തീരുമാനം CPMനെ സഹായിക്കും. വനഭേദഗതി നിയമം എന്ന ആയുധം രാഗിമിരിക്കുന്നതിന്റെ തിരക്കിലാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം. ദിവസേനയെന്നോണം മലയോര മേഖലയിലുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ അതിന് പ്രതിപക്ഷത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. കാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇടതുമുന്നണിയെ തുടച്ചു നീക്കാൻ തക്ക പ്രഹരശേഷിയുള്ള വൈകാരിക ആയുധമായി ഇത് മാറുന്നത് വലിയ ഞെട്ടലോടെയാണ് ഇടതുമുന്നണിയും സർക്കാരും കണ്ടത്. ഇനിയും കാത്തിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് സർക്കാരിന്റെ പൂഴിക്കടകൻ. ഇത് ഒരു തരത്തിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകില്ല. ജനങ്ങളോടൊപ്പമായിരിക്കും സർക്കാർ. എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ
ആ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ക്രൈസ്തവ സഭകളുടെ തുറന്ന എതിർപ്പും PV അൻവറിന്റെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയുമൊക്കെ സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാത്തിലും കത്തുന്ന വിഷയമായി വനനിയമ ഭേദഗതി മാറുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. അതിലുമപ്പുറം മധ്യകേരളത്തിൽ ഇടതുമുന്നണിയുടെ സ്വാധീനം വർദ്ധിപ്പിച്ച കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള സമ്മർദ്ദവും പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് കാരണമാണ്. വനനിയമ ഭേദഗതി ഈ രൂപത്തിൽ നടപ്പാക്കിയാൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി ധരിപ്പിച്ചു. വന നിയമ ഭേദഗതി ബില്ലിന്റെ ഡ്രാഫ്റ്റ് സംസ്ഥാന സർക്കാർ ഇറക്കിയപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എമ്മും അത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മുടെ കർഷകരെയും സാധാരണക്കാരായ ജനങ്ങളെയും എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് ഒരു കാരണവശാലും അത് ഒരു നിയമമായി പാസ്സാക്കാൻ പാടില്ല, നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. കേരള കോൺഗ്രസ് വിട്ടുപോയാൽ ഉണ്ടാകുന്ന തിരിച്ചടി കൂടി കണക്കിലെടുത്താണ് സർക്കാർ തീരുമാനം. ആടി നിൽക്കുന്ന കേരള കോൺഗ്രസിന് മുന്നണി വിട്ടുപോകേണ്ടി വന്നാൽ പറഞ്ഞു നിൽക്കാനുള്ള ശക്തമായ കാരണമായി വനനിയമ ഭേദഗതി മാറിയേനെ. ഇനി അത്ര എളുപ്പമാകില്ല കേരള കോൺഗ്രസിനും മുന്നണി മാറ്റം. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസത്തോടെ പോരിനിറങ്ങാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യരെ അവരുടെ വിധിക്ക് കൊടുത്തിരിക്കുകയാണ് സർക്കാർ എന്നും നടപടിയില്ലാത്തതുകൊണ്ട് UDF സമരത്തിലേക്കെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 27-ന് കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്ന് UDF സമരജാഥ ആരംഭിക്കും. എല്ലാ മലയോര പ്രദേശങ്ങളിലും ജാഥയെത്തും. വന്യമൃഗ ആക്രമണത്തിൽ അൻവറുമായി കൈകോർക്കേണ്ട ആവശ്യമില്ലെന്നും 1 മാസം മുൻപ് ചേർന്ന UDF യോഗത്തിലാണ് മലയോര ജാഥ തീരുമാനമാക്കിയതെന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂർ മൂത്തേടത്ത് കാടിനുള്ളിൽ വെച്ച് ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയാണ് മരിച്ചത്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലത്ത് പ്രതിഷേധിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി പ്രദേശവാസികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം തുടർ നടപടികൾക്ക് വിട്ടുകൊടുത്തത്. രാവിലെ 11 മണിയോടെയാണ് സരോജിനി പോത്തുകളെ മേയ്ക്കാൻ കാടിനുള്ളിലേക്ക് പോയത്. കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽപ്പെട്ട സരോജിനിയെ മോഴയാന ആക്രമിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സരോജിനി മരിച്ചു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് UDF BJP നേതാക്കൾ സ്ഥലത്ത് പ്രതിഷേധം തുടങ്ങി. കലക്ടറോ സബ് കലക്ടറോ നേരിട്ടെത്തി പ്രശ്നപരിഹാരം ഉറപ്പുവരുത്തും വരെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. 3 മണിയോടെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഉച്ചക്കുളം നഗറിലെത്തി. പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പുകൊടുത്ത ശേഷമാണ് മൃതദേഹം നടപടികൾക്ക് വിട്ടുകൊടുത്തത്. ഫെൻസിംഗ്, ട്രെഞ്ചിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും സരോജിനിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. So after discussion with all the people here, all the tribal people, ward members and other people who were present here, we have noted down few points that require immediate intervention. The first demand of people is regarding fencing requirement, as there are residential houses here and there is always this chance of attack from wild animals, and from DFO also we have discussed, and as soon as possible this fencing requirement is the first priority. Second, there is a trench already made here, but it requires maintenance. That work will be done. തുടർന്ന് 4:30യോടെയാണ് സരോജിനിയുടെ മൃതദേഹവുമായി ആംബുലൻസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടത്. സരോജിനിയുടെ സംസ്കാരം നാളെയാണ്. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിവേഗത്തിൽ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. ഉച്ചക്കുളം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഫെൻസിംഗും കിടങ്ങും ചുറ്റുമതിലും നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കളക്ടർക്ക് നിർദ്ദേശം നൽകി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ വെടിയുണ്ട ഏറ്റതുപോലുള്ള മുറിവുമായി കാട്ടാന. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖം മേഖലയിൽ 2 ദിവസമായി കാണപ്പെടുന്ന കാട്ടാനയുടെ മസ്തകത്തിലാണ് മുറിവുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ നേരം മണ്ണുവാരി മസ്തകത്തിലേക്ക് എറിഞ്ഞതോടെയാണ് മുറിവ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുറിവ് ആനയുടെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ.
വയനാട് പുൽപ്പള്ളിയെ വിറപ്പിക്കുന്ന കടുവ വീണ്ടും കാണാമറയത്ത്. RRT സംഘം കടുവയുടെ തൊട്ടടുത്തെത്തിയിട്ടും അവസാന നിമിഷം ദൗത്യം പരാജയപ്പെടുകയായിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ 5 ആടുകളെയാണ് ഇതുവരെ കടുവ കൊന്നത്. തെരച്ചിൽ ഊർജിതമായി തുടരുമ്പോഴും വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് പതിവാക്കിയിരിക്കുകയാണ് കടുവ. ഇന്നലെ അർദ്ധരാത്രി തൂപ്ര അങ്കണവാടിക്ക് സമീപം ചന്ദ്രന്റെ ആടിനെ കടുവ കൊന്നു. ഇതോടെ കടുവ കൊന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 5 ആയി. ഈ ന്യൂസിൽ ഇങ്ങനെ അമരക്കുഞ്ഞിത്തെ എഴുതി കാണിക്കുന്നതാണ്. ഞാൻ ന്യൂസ് എന്തായിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 11:45 അപ്പോഴാണ് പെട്ടപ്പെട്ടേന്ന് ഒച്ച ഇട്ടിട്ട് ചാടി എണീപ്പ് ചേട്ടൻ വാതില് ഇത് ജനല് തുറന്നപ്പോഴേനും ഓടുന്ന കണ്ടു. ചേട്ടൻ കണ്ടു. ഞാൻ ഇവിടുന്ന് എണീറ്റ് ഓടി വന്ന വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴും വാതില് തുറക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മെമ്പറെ വിളിച്ച് അനിയന്മാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞ് പുറത്തിറങ്ങല്ലേ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പൊ തന്നെ എത്തി. കടുവ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് RRT സംഘം ചന്ദ്രന്റെ വീടിനുള്ളിൽ നിലയുറപ്പിച്ചു. 4 മണിയോടെ കടുവ വീണ്ടും വീടിനടുത്തെത്തിയെങ്കിലും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ രക്ഷപ്പെട്ടു. കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കൂടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. എന്നാലും നമ്മൾ ഇനിയും ഈ ശ്രമങ്ങൾ തുടരുന്നതാണ്. തൂപ്രയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ആടിക്കൊല്ലി വെള്ളക്കെട്ടിൽ പുല്ലരിയാൻ തോട്ടിലിറങ്ങിയ നാട്ടുകാർ കടുവയെ കണ്ടു. ഞങ്ങളിവിടെ പുല്ലേരിയായിരുന്നു. ഈ സൈഡിൽ കൂടെയാണ് കടുവ ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ കൊല്ലിലേക്ക് ഇറങ്ങി. സൈഡ് പിന്നെ ഒരു കൊല്ലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും പറമ്പ് തന്നെയാണ്. റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോ നേരിട്ട് കണ്ടപ്പോ ഒരു ഭയം തോന്നി. പെട്ടെന്ന് ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സൈസ്? ഒരു മീഡിയം സൈസ് ഉള്ളൂ. പിന്നെ സ്ലോവിലാണ് നടന്നു പോയത്. അധികം വലിപ്പമില്ല. അതൊരു ആരോഗ്യം ഇല്ലാത്തൊരു ഇതിലാണ് ഉള്ളത്. വിവരമറിഞ്ഞ് RRT സംഘം കവുങ്ങുതോട്ടം വളഞ്ഞു. മയക്കുവെടിക്കായി വിദഗ്ധർ തയ്യാറായി. സമീപ പ്രദേശങ്ങളിൽ നിന്നും നാട്ടുകാരെയും ഒഴിപ്പിച്ചു. 2 മണിക്കൂർ തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇര പിടിക്കുന്നുവെങ്കിലും ഭക്ഷിക്കാനാവാത്തതിനാൽ അവശ നിലയിലാണ് കടുവയെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇര പിടിക്കാനുള്ള ശേഷി കുറവായതുകൊണ്ട് കാട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതകൾ കുറവാണെന്നും വിലയിരുത്തപ്പെടുന്നു. ദൗത്യം ഊർജിതമായി തുടരുമ്പോഴും കടുവ ആടുകളെ വകവരുത്തുന്നത് ആവർത്തിക്കുകയാണ്. ഉടൻ കടുവയെ പിടികൂടാനായില്ലെങ്കിൽ വമ്പൻ പ്രതിഷേധത്തിനാവും വയനാട് സാക്ഷ്യം വഹിക്കുക. പുൽപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മത്സരിക്കണോ എന്ന് താനല്ല തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ നിയതമായ നിലപാടുണ്ടെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പാർട്ടിയുടെ നേതൃസമിതികളിൽ ഉൾപ്പെടാൻ പ്രായപരിധി 75 വയസ്സ്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ തുടർച്ചയായി 2 ടേം നിബന്ധന. നിലവിൽ ഇതാണ് CPMന്റെ തീരുമാനം. അതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആര് നയിക്കുമെന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ ഉയരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പിണറായി മത്സരിക്കുമെന്നും മത്സരിക്കില്ലെന്നും പറയുന്നവരുണ്ട്. അത്തരം അഭ്യൂഹങ്ങൾക്ക് ഒരു പരിധിവരെ വ്യക്തമായ മറുപടിയാണ് ഇന്ന് പിണറായിയിൽ നിന്നും ഉണ്ടായത്. അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇനി അഥവാ ഇനി അത് ശരി അല്ല, ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അല്ലാതെ ആര് നയിക്കുമെന്ന ചോദ്യം ആവർത്തിച്ചിട്ടും മത്സര സാധ്യത അദ്ദേഹം നിഷേധിച്ചില്ല. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. ഇതിലൊക്കെ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കോളൂ. തുടർ ഭരണത്തിൽ തുടർച്ച എന്ന ലക്ഷ്യം പിന്തുടരുന്ന CPM ഒരിക്കൽ കൂടി പിണറായിയെ ആശ്രയിച്ചേക്കും. തുടർച്ചയായി മത്സരിക്കുന്നവർക്കുള്ള 2 ടേം നിബന്ധനയും എടുത്തു കളയാൻ തന്നെയാണ് സാധ്യത. ലക്ഷ്യവും ആഗ്രഹവും ഹാട്രിക് വിജയം. ന്യൂസ് 18 തിരുവനന്തപുരം. VD സതീശനെതിരായ ആരോപണം അൻവർ ഉന്നയിച്ചതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്ന് പിണറായി വിജയൻ. അന്ന് ആരോപണം ഉന്നയിച്ചതിന് പിന്നിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുമെങ്കിൽ നടന്നോട്ടെ. താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൻവർ അല്ല, അത് പാർട്ടി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും വാഴ്ത്തുപാട്ട്. പിണറായി വിജയനെ കാവലാളും ഫിനിക്സ് പക്ഷിയുമായി വിശേഷിപ്പിക്കുന്ന ഗാനം എഴുതിയത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ പൂവത്തൂർ ചിത്രസേനാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാടാനാണ് ഗാനം തയ്യാറാക്കിയത്.
പിണറായി വിരുദ്ധ ട്രോളന്മാർക്ക് കാരണഭൂതൻ എന്ന പദം സംഭാവന ചെയ്തത് ഈ മെഗാ തിരുവാതിരയാണ്. ട്രോളന്മാർ മാത്രമല്ല, പിന്നെ പ്രതിപക്ഷവും പലപ്പോഴും മുഖ്യമന്ത്രിയെ കാരണഭൂതനെന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു മെഗാ തിരുവാതിര. വ്യക്തിപൂജയ്ക്കെതിരെ പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ തിരുവാതിര രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ വാഴ്ത്തുപാട്ടിന്റെ പ്രായോജകർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ്. ശക്തമായ മർദ്ദനം നിറഞ്ഞ ധീരസാരഥി വനിതകളെ അണിനിരത്തിയുള്ള പ്രത്യേക കലാരൂപമായാകും ഇത് നാളെ അവതരിപ്പിക്കുക. പരിശീലനം തകൃതിയായി പുരോഗമിക്കുന്നു. വിവാദമായ പശ്ചാത്തലത്തിൽ ഇതിന് മുഖ്യമന്ത്രി അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. തന്നെക്കുറിച്ചുള്ള കാവലാൾ പാട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വല്ലാതെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം പുകഴ്ത്തുന്നത് നല്ലതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ചർച്ചകൾ അട്ടിമറിച്ചെന്ന ആരോപണം. സംഘടനാ ചർച്ചയ്ക്ക് വിഷയങ്ങൾ തീരുമാനിക്കുന്ന പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ഉപരിഘടകങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുക്കരുതെന്ന പാർട്ടി ഭരണഘടനാ മാനദണ്ഡവും ലംഘിക്കപ്പെട്ടെന്ന വിമർശനമാണ് കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയരുന്നത്. മുഖ്യമന്ത്രി മാത്രം നിറഞ്ഞു നിന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള മറ്റ് നേതാക്കൾ പൊതുസമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നതിലും പ്രവർത്തകർക്ക് അമർഷമുണ്ട്. ആലപ്പുഴ ജില്ലാ സമ്മേളന ചർച്ചയ്ക്ക് പിണറായി വിജയൻ നൽകിയ മറുപടിയിൽ മാതൃകാപരമായ ചർച്ചയെന്നായിരുന്നു വിശേഷണം. പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇത് എടുത്തു പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ചകൾ പ്രസ്ഥാനം ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത അതെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ട സമ്മേളനമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനപൂർവം പറയാൻ കഴിയുന്നൊരു കാര്യം, ഒരു തരത്തിലുള്ള അനാരോഗ്യ പ്രവണതയും സമ്മേളനത്തിൽ പ്രകടമായില്ല എന്നുള്ളതാണ്. എല്ലാ കാലവും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്ന ജില്ലയാണ് ആലപ്പുഴ. ഇക്കുറി വിമർശനമുണ്ടായില്ലെന്ന് മാത്രമല്ല, സർക്കാരിനും ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനും സ്തുതി പാടാനുള്ള മത്സരമായിരുന്നു പല പ്രതിനിധികളും തമ്മിൽ. ഹരിപ്പാട് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ജില്ലയിലെ വിഭാഗീയതക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സർക്കാരിനും നേതൃത്വത്തിനുമെതിരായ വിമർശനത്തിന് മുഖ്യമന്ത്രി തടയിട്ടു. ജില്ലയെ നിയന്ത്രിക്കുന്ന നേതാവ് സജി ചെറിയാൻ വഴി ഈ നിർദ്ദേശം താഴേക്ക് വിട്ടു. ചർച്ചയിൽ എന്തു പറയണമെന്നതിലും നിർദ്ദേശം വന്നു. ഉപരി കമ്മിറ്റിയിലെ നേതാക്കന്മാർ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന സംഘടനാ രീതി അട്ടിമറിച്ച് സാധ്യതയുള്ള വിമർശനങ്ങളും തടഞ്ഞു. വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കാളികളായി. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള പ്രതിനിധികളുടെ സംഘടനാപരമായ അവകാശം തന്ത്രപൂർവ്വം തടഞ്ഞു. എല്ലാത്തിനും മൂകസാക്ഷിയായി മറുപടി പ്രസംഗത്തിന് പോലും അവസരം കിട്ടാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒപ്പം PB അംഗം MA ബേബിയും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 4 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വേദിയിൽ. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3-ാം ദിനം ഈ നേതാക്കന്മാരെ ആരെയും അഭിവാദ്യത്തിന് ക്ഷണിച്ചില്ല. ആലപ്പുഴയിലെ ഉൾപാർട്ടി പോരും കൊഴിഞ്ഞുപോക്കും വോട്ടു ചോർച്ചയും അടക്കം ഗുരുതര സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ട സമയത്ത് നടന്നത് H സലാമിന്റെ കവിതാലാപനവും ദലീമയുടെ പാട്ടും.
ഗ്രൂപ്പ് ചർച്ച മുതൽ പൊതുസമ്മേളനം വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രി മാത്രം ആലപ്പുഴയിൽ നിറഞ്ഞു നിന്നു. പൊതുസമ്മേളനത്തിൽ നിൽക്കാതെ സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കന്മാരെല്ലാം ഉച്ചഭക്ഷണത്തിന് ശേഷം ജില്ല വിട്ടു. പ്രധാന നേതാക്കളിൽ വേദിയിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയും സജി ചെറിയാനും പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത മാത്രം. തോമസ് ഐസക് പോലും പങ്കെടുത്തില്ല. ആലപ്പുഴയുടെ സമ്മേളന ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശുഷ്കമായ പൊതുസമ്മേളന വേദിയായിരുന്നു ഹരിപ്പാട്ടേത്. കൊഴിഞ്ഞുപോക്ക ശക്തമായ പാർട്ടി കേന്ദ്രത്തിൽ നേതാക്കന്മാരുടെ ആധിപത്യം ഉറപ്പിച്ചതിനൊപ്പം അണികളെ ഊർജ്ജസ്വലമാക്കാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ സമ്മേളനം പ്രയോജനപ്പെടുത്തിയില്ല എന്ന കടുത്ത നിരാശയാണ് ജില്ലയിലെ പ്രവർത്തകർക്ക്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെ ഓടിച്ച് ജയിലിന് പുറത്തിറക്കിയ കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ധാരണ വേണ്ടെന്നും കോടതിയോട് കളിക്കേണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ജാമ്യം റദ്ദാക്കുമെന്ന പേടിയിൽ എല്ലാവരോടും മാപ്പോട് മാപ്പിരുന്ന് ബോബി ചെമ്മണ്ണൂർ. ആ നാടകത്തിലേക്ക്. രംഗം 1. ചൊവ്വാഴ്ച രാത്രി കോടതി ജാമ്യം അനുവദിച്ചിട്ടും രേഖകൾ ഹാജരാക്കി ജയിലിൽ നിന്നിറങ്ങാതെ ബോബി ചെമ്മണ്ണൂർ. ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാനാകാത്ത സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജയിലിൽ തുടരുന്നതെന്ന സന്ദേശം ഫാൻസിനും PR ഏജൻസിക്കും നൽകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ബോബിയെ വീരപുരുഷനാക്കി പ്രചാരണം. രംഗം 2. ബുധനാഴ്ച രാവിലെ ഹൈക്കോടതി ചേരുന്നു. ഇതിനോടകം വലിയ വാർത്തയായ ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസത്തെക്കുറിച്ച് ആരായാൻ അഭിഭാഷകനെ വിളിപ്പിക്കുന്നു. അപകടം തിരിച്ചറിഞ്ഞ അഭിഭാഷക സംഘം മിനിറ്റുകൾക്കുള്ളിൽ രേഖകളുമായി ജയിലിലേക്ക്. കടലാസുകൾ ഹാജരാക്കി ബോബിയെ പുറത്തിറക്കുന്നു. രേഖകൾ കിട്ടാൻ താമസിച്ചതുകൊണ്ടാണ് വൈകിയതെന്ന് അഭിഭാഷകന്റെ വാദം. ഇന്നലെ നമുക്ക് കോടതിയുടെ നടപടിയെല്ലാം കഴിഞ്ഞ് ഉത്തരവ് കൈ കിട്ടി. നമ്മളത് ഇവിടേക്ക് വരുമ്പോഴത്തേനും അവരുടെ ഔദ്യോഗികമായ സമയം കഴിഞ്ഞു. പിന്നെ നമ്മൾ അനർഹമായ രീതിയിൽ ഇറങ്ങണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് തന്നെ 9 മണിക്ക് 9:15 നമ്മളിവിടെ ഓർഡർ എത്തിച്ചു. രംഗം 3. പുറത്തിറങ്ങിയ ബോബി തലേന്നത്തെ തിരക്കഥാവാചകം മാധ്യമങ്ങളോട് പറയുന്നു. ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞത്. അല്ല, ബോച്ച ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ എന്ത് നാടകം? കുറച്ച് പേർക്ക് വൈഫില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി. വാവിട്ടുപോയ വാക്കിലെ അപകടം സഹായി ബോധ്യപ്പെടുത്തിയതോടെ കൂടുതലൊന്നും പറയാതെ നേരെ കാറിലേക്ക്. കോടതി മറുപടി നൽകാൻ നൽകിയ അവസാന സമയമായ 12 മണിക്ക് തന്നെ വാർത്താസമ്മേളനം പ്രഖ്യാപിച്ച് ബോബി ചെമ്മണ്ണൂർ. രംഗം 4. കളിച്ചാൽ ജാമ്യം റദ്ദാക്കാനും മടിക്കില്ലെന്ന് കോടതി ചെറുതായൊന്നു വിരട്ടിയതോടെ വാർത്താസമ്മേളനം 4 മണിയിലേക്ക് മാറ്റി. രംഗം 5. ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. നിരുപാധികം മാപ്പ് പറയുന്നു. വാർത്താസമ്മേളനം മാറ്റിവെച്ചതായും ബോബി. എന്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ. 24 മണിക്കൂർ നീണ്ടുനിന്ന നാടകങ്ങൾക്ക് തൽക്കാലം വിടാം. പുറത്തിറക്കാനെത്തിയ ഫാൻസും അതുവഴി പോയി. ഇനി കാത്തിരിക്കാം പുതിയ നാടകമുണ്ടെങ്കിൽ അതിനായി. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്ത നടിയുടെ നടപടി മാതൃകാപരമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. കോടീശ്വരനായ വ്യാപാരിക്കെതിരെ എടുത്ത നടപടി സമൂഹത്തിന് നൽകുന്നത് നല്ല സന്ദേശമാണെന്നും സതീദേവി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി സ്ഥലം നാളെ പൊളിക്കും. ഹൈക്കോടതി വിധി ജില്ലാ ഭരണകൂടത്തിന് അനുകൂലമായതിന് പിന്നാലെയാണ് സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനുള്ള നീക്കം. സംഭവസ്ഥലത്തേക്ക് സന്ദർശകർക്ക് ഉൾപ്പെടെ നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് കാവലിലാണ് സമാധി സ്ഥലവും പരിസരവും. അതിനിടെ സമാധി പൊളിക്കാൻ ഇരിക്കുമ്പോഴും സമാധിയിൽ പൂജ നടത്തുകയാണ് മക്കൾ.
സമാധി സ്ഥലം പൊളിക്കരുതെന്ന് കാണിച്ച് ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പോലീസ് നീക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലത്തെത്തിയാകും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക. കൈലാസനാഥ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കുന്നയിടത്തായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവും. അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പ്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനുള്ള കാരണം? ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല. സമാധി സ്ഥലത്തേക്ക് വ്യാഴാഴ്ച സന്ദർശകരെ കയറ്റിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കർശന സുരക്ഷയാണ് കാവുംനടയിലെ ഗോപൻ സ്വാമിയുടെ വീട്ടുപരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സമാധി സ്ഥലം പൊളിക്കരുതെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്തുണ അറിയിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന് പരിശോധന നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. കോടതി വിധി അനുകൂലമായതിനാൽ ഇനി സംഘടിതമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ് നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാഹബന്ധം ഒഴിയുമെന്ന് പറഞ്ഞ് ഭർത്താവ് വാഹിദ് നിരന്തരം സമ്മർദ്ദത്തിലാക്കിയതാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും വാഹിദ് തുടർച്ചയായി പറഞ്ഞതും മനോവിഷമമുണ്ടാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം തുടങ്ങി. ഷഹനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നിറം പോരുന്ന ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെ അവഹേളനവും പരിഹാസവും അവഗണനയുമാണ് ഷഹാന മുംതാസിനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത്. ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വാഹിദിന്റെ കുടുംബവും തന്നെ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് ഷഹാനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഓക്ക് ഓൾ അത്ര ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ വെച്ചാൽ ഇവള് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതൊന്നും ഈ ഇതും ഡൈവോഴ്സ് ആവുമോ എന്നുള്ളൊരു ഇവൻ വേണ്ടെന്ന് പറയുകയാണ് നമ്മൾ മുന്നോട്ട് പോലും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ ഡൈവോഴ്സ് ആവുമോ, ഡൈവോഴ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളോട് പറയാതെ മറച്ചു വെച്ചാണ്. ഈ ലാസ്റ്റത്തെ ഒരു 2 മാസമാണ് നമ്മൾ അറിയുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഷഹാന മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടതോടെ സെമസ്റ്റർ പരീക്ഷകൾ പോലും എഴുതാതെയായി. കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത്. തുടർന്ന് ഷഹാനയ്ക്ക് കൗൺസിലിംഗും ചികിത്സയും നൽകി. ചില കാര്യങ്ങൾ ഷഹാന കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫോൺ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർട്ട് എഴുതുക അങ്ങനത്തെ ഒക്കെ ഇതില്ല, അതിലൊക്കെ കുറച്ച് സൂചനകളൊക്കെ ഉണ്ട്. വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷഹാനയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം. അതിന് ഏതറ്റം വരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും. വാഹിദ് കുടുംബത്തിനെതിരെയാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷഹാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ന്യൂസ് 18 മലപ്പുറം. ഭർത്താവിൽ നിന്ന് നേരിട്ട അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആ പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം തേടി എന്നത് വേദനാജനകം. വിവാഹബന്ധം തകർന്നു പോയാൽ ജീവിതം തന്നെ തകർന്നു എന്ന ധാരണ ശരിയല്ലെന്നും കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. പെൺകുട്ടിക്ക് ഇപ്പോൾ പ്രായപൂർത്തിയായതുകൊണ്ട് കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. 5 വർഷമായി നേരിട്ട ദുരനുഭവം കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നില്ല. വീടുകളിൽ ആശയവിനിമയത്തിന് കുറവുണ്ടെന്നും പി സതീദേവി പറഞ്ഞു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച പൂർണ്ണ അംഗവൈകല്യമുള്ള കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശ അണുബാധയുള്ള കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. 72 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി.
2.5 മാസം മുമ്പ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച സുറുമി അനീഷ് ദമ്പതികളുടെ കുട്ടിക്ക് ഗുരുതര വൈകല്യങ്ങളാണുള്ളത്. ഇന്ന് രാവിലെയോടെ ശ്വാസതടസ്സം അനുഭവപ്പെട്ട കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അണുബാധയെ തുടർന്ന് ഓക്സിജൻ ലെവൽ താഴുകയും അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തതോടെ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെന്ന് ചികിത്സിക്കുന്ന ശിശുരോഗ വിഭാഗം ഡോക്ടർ ജോസ് പറഞ്ഞു. ഇന്ന് ബേബിയോ സുർമി എന്ന കുട്ടി 2 മാസമുള്ള കുട്ടി ഇന്ന് ഏകദേശം 9:30 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടിയിൽ വരികയും കുട്ടി വന്നപ്പോൾ കുട്ടി വളരെയധികം ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് എത്തിയത്. ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടും ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിൽ കാണുകയും ഉടനെ തന്നെ നമ്മൾ ICUവിൽ മാറ്റുകയും ശരീരത്തിലൊരു അണുബാധയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടതനുസരിച്ച് അതിനുള്ള വിദഗ്ധ ചികിത്സ തുടങ്ങുകയും കുട്ടിക്ക് ശ്വാസം മുട്ടലുള്ളതിനാൽ ഉടനെ തന്നെ പേഷ്യൻ്റ് വെന്റിലേറ്ററാക്കുകയും ചെയ്തിരിക്കുന്നു. ബാക്കി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശോധനകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധന റിസൾട്ട് അനുസരിച്ച് കൂടുതൽ ചികിത്സകളെ പറ്റി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിക്കും. അപ്പോൾ ഇപ്പോൾ കുട്ടി രോഗാവസ്ഥ ഒരു സീരിയസ് സ്റ്റേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോൾ. ഹൃദയ സംബന്ധമായ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന് മലർന്നു കിടന്ന് ശ്വസിക്കാൻ പോലും ആകില്ല. മൂക്കിലൂടെ ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകുന്നത്. ഇടയ്ക്കിടെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതായും വരുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ വീഴ്ച വരുത്തിയ ലാബ് അധികൃതർക്കും വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്കുമെതിരെ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. കാസർകോട്ടെ വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നായി 2 ലക്ഷത്തോളം സന്ദേശങ്ങൾ വീണ്ടെടുക്കാനായതോടെയാണ് പുതിയ നീക്കം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസിൽ പ്രതികളുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കണ്ടെടുത്തത് 1.25 ലക്ഷത്തിലേറെ സന്ദേശങ്ങൾ. ഡിലീറ്റ് ചെയ്തവയാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുത്തത്. ഇതോടെയാണ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ നിർണായക വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇതിനായി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടു. പ്രതികളായ ഷമീന എന്ന ജിന്നുമ്മ, TA ഉബൈസ്, നിഫ, ആയിഷ എന്നിവരെ നേരത്തെ 2 തവണ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കൊച്ചി, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കാനാണ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. ഈ മാസം 20-നാണ് കേസ് പരിഗണിക്കുക. ഇതേ ദിവസം പ്രതികൾ സമർപ്പിച്ച ജാമ്യ ഹർജിയും പരിഗണിക്കും. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതികൾ തട്ടിയെടുത്ത 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 117 പവൻ മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായത്. ന്യൂസ് 18 കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിനായി വീണ്ടും CPMന്റെ പണപ്പിരിവ്. 2 കോടിയോളം രൂപ സമാഹരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായി നിയമപോരാട്ടം നടത്താനാണ് വീണ്ടും CPMന്റെ പണപ്പിരിവ്. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാകും പിരിവ്. ഒരാൾ കുറഞ്ഞത് 500 രൂപ നൽകണം. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റു ജോലിയുള്ളവരും 1 ദിവസത്തെ ശമ്പളം നൽകണം. പ്രത്യേക ഫണ്ട് എന്ന പേരിലാണ് പിരിവ്. 2 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ 28,970 അംഗങ്ങളാണ് CPMനുള്ളത്. ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പിരിവ്. ഈ മാസം അവസാനത്തോടെ പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം. ആളുകളെ കൊല്ലുന്നതും നിയമസഹായത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതും CPM കുലത്തൊഴിലായി മാറ്റിയിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് ഒരു കുലത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക, അവർക്ക് നിയമസഹായം കൊടുക്കുക, അവരെ ജയിലിൽ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈമുതൽ. പെരിയ കേസിന് വേണ്ടി 2ാം തവണയാണ് CPMന്റെ ഫണ്ട് സമാഹരണം. 2021-ലായിരുന്നു ആദ്യം. പാർട്ടി ഓഫീസ് നവീകരണം എന്ന പേരിലായിരുന്നു അന്നത്തെ പിരിവ്. പെരിയ കല്ലിയോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികളെ CBI കോടതി ജീവപര്യന്തം തടവിനും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ 5 വർഷം തടവിനുമാണ് ശിക്ഷിച്ചത്. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്ന് 5 വർഷം ശിക്ഷ ലഭിച്ച 4 നേതാക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രതികളുടെ വീട് സന്ദർശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി അംഗങ്ങൾക്ക് പണം പിരിക്കാനായി നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. പെരിയ കേസ് നടത്തിപ്പിനായി CPM പണപ്പിരിവ് നടത്തുന്നുവെന്ന ആരോപണം നിഷേധിച്ച് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. ജില്ലാ സമ്മേളനങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് പിരിവെന്നാണ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിശദീകരണം.
പെരിയ ഇരട്ടക്കൊലപാതകം നടത്തിയ പ്രവർത്തകർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന CPM അന്തർദേശീയ തീവ്രവാദികളെക്കാൾ മോശമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ജനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയെയും CPM വെല്ലുവിളിക്കുന്നു. CPMന് വേണ്ടി കൊല്ലാനിറങ്ങുന്നവരെ സംരക്ഷിക്കാൻ പാർട്ടി എന്തും ചെയ്യും. പണപ്പിരിവ് CPMന്റെ സ്ഥിരം പരിപാടിയാണെന്നും അഭിമന്യുവിന് വേണ്ടി പണം പിരിച്ചിട്ട് 1/3 പോലും കുടുംബത്തിന് കിട്ടിയില്ലെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ വ്യവസായ മന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് 10 കോടി അനുവദിച്ച സർക്കാർ. വ്യവസായ മന്ത്രി P. രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘമാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് യാത്ര. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ചെലവ് ചുരുക്കൽ, വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ അവസ്ഥയാണിത്. അഭിമാന പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ സർക്കാർ പാടുപെടുന്നു. എന്നാൽ ചില കാര്യങ്ങൾക്ക് ചെലവാക്കുന്നതിന് ഒരു മടിയുമില്ല, നിയന്ത്രണവുമില്ല. വ്യവസായ മന്ത്രി P. രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരടക്കം 9 പേരാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സ്വിസ് യാത്രയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാസം 20 മുതൽ 25 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് യാത്ര. വേൾഡ് എക്കോണമി ഫോറം ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് പോകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. സാമ്പത്തിക ഫോറത്തിൽ 50 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്റ്റാൾ ക്രമീകരിക്കുന്നുണ്ട്. ഇതിനായാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നത് എന്നാണ് സർക്കാർ വിശദീകരണം. 25 ലക്ഷം രൂപയ്ക്ക് മേൽ പിൻവലിക്കാനുള്ള ട്രഷറിയിലെ നിയന്ത്രണത്തിൽ നിന്നും പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും യാത്രാ ചെലവിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. യാത്രാ ചെലവിനുള്ള പണം മുൻകൂറായി കൈപ്പറ്റാനും അനുമതിയുണ്ട്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം, മീഡിയ തുടങ്ങിയ ചെലവുകൾക്കാണ് 10 കോടി. ന്യൂസ് 18 തിരുവനന്തപുരം. സാദിഖ് അലി തങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിലെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സംസ്ഥാന നേതാക്കൾ. പാണക്കാട്ടെ ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നും ഐക്യത്തിന് വേണ്ടിയാണ് ഖേദപ്രകടനമെന്നും വിശദീകരിച്ചു. പാണക്കാട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമസ്ത നേതാക്കൾ പ്രതികരിച്ചത് നീതിപൂർവമായിരുന്നില്ല എന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിമർശനത്തിന് മറുപടിയായാണ് വാർത്താക്കുറിപ്പ്. ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ എന്ന തലക്കെട്ടിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, SYS സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, SKSSF സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ എന്നിവരുടെ പേരിലായിരുന്നു വാർത്താക്കുറിപ്പ്. പാണക്കാട്ടെ ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഐക്യത്തിനു വേണ്ടി ഖേദപ്രകടനം നടത്തുകയാണെന്നും നേതാക്കൾ അറിയിച്ചു. ചില പരാമർശങ്ങളിൽ സാദിഖ് അലി തങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വിശദമായി സംസാരിച്ച് പരിഹരിച്ചതും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കപ്പെട്ടതുമാണ്. എന്നാൽ സംഘടനയ്ക്കകത്തും സമുദായത്തിനകത്തും ഒരുമ അനിവാര്യമാണെന്നതിനാൽ വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും നേതാക്കൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. യോഗത്തിൽ ധാരണയായ പ്രകാരം തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. വാർത്താക്കുറിപ്പിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിട്ട ഈ ഖേദപ്രകടനം ലീഗ് നേതാക്കളും സമസ്തയിലെ ലീഗ് അണികളും സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. കൊച്ചിയിൽ ഫ്ളാറ്റിന്റെ 26ാം നിലയിൽ നിന്ന് വീണ് 16-കാരൻ മരിച്ചു. തൃപ്പൂണിത്തറ ചോയ്സ് ഫ്ളാറ്റിൽ നിന്നാണ് വീണത്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിറാണ് മരിച്ചത്. തിരിച്ചറിയാനാവാത്ത നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കാക്കനാട് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് നീന്തൽ കുളത്തിലേക്ക് വീണ് വിദ്യാർത്ഥി മരിച്ചിരുന്നു. കോഴിക്കോട് നാദാപുരം വെള്ളൂരിൽ കിണറിൽ വീണ തൊഴിലാളിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കിണർ ശുചീകരിച്ച് തിരിച്ചു കയറുന്നതിനിടെ കയർ പൊട്ടിയാണ് കോടഞ്ചേരി സ്വദേശി ഗണേശൻ കിണറ്റിൽ വീണത്. നാദാപുരം സ്റ്റേഷൻ ഓഫീസർ S. വരുണിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കായികമേള ഖേലോ ആദിക്ക് കൊച്ചിയിൽ തുടക്കമായി. 2000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കായികമേളയിൽ പങ്കെടുക്കുക. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റുകൾ, ടീം സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവ ഉൾപ്പെട്ട നിരവധി കായിക മത്സരങ്ങൾ നടക്കും.
വിദ്യാർത്ഥികളുടെ കായികപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് എല്ലാ വർഷവും കായികമേള സംഘടിപ്പിക്കുന്നതെന്ന് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ശ്രീ മുഹമ്മദ് ഷാഫി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ച കായികമേളയ്ക്ക് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേഷൻ മാനേജർ ലിയോൺസ് മേരി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റ് തുടരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന യുവജന സംഗമം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ഉദ്ഘാടനം ചെയ്തു. പുതിയ ചിന്തകളിലൂടെ രാഷ്ട്രീയം എന്ന വിഷയത്തിലായിരുന്നു യുവജന സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം. ഗോപൻ വാർത്തകളിലേക്ക്. ഡൽഹി മദ്യനയ കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. ED നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ ശുപാർശയ്ക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് കെജ്രിവാളിന് അനുകൂല ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് വിചാരണ നടപടികൾ നിർത്തിവച്ചിരുന്നു. മുൻകൂട്ടി അനുമതി വാങ്ങാതെയാണ് വിചാരണയ്ക്കുള്ള ED നീക്കമെന്നും ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ അനുകൂല വിധി സമ്പാദിച്ചത്. ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതോടെ വിചാരണയ്ക്കുള്ള തടസ്സം നീങ്ങും. മദ്യക്കമ്പനികളിൽ നിന്ന് 100 കോടി രൂപ കോഴ വാങ്ങിയെന്നും ഇത് ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നുമാണ് EDയുടെ വാദം. കേസിൽ ആദ്യം EDയും പിന്നീട് CBIയും അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ കഴിഞ്ഞ സെപ്റ്റംബർ 14 മുതൽ ജാമ്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിചാരണയ്ക്ക് അനുമതി നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. 10 വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ മദ്യനയ അഴിമതി കേസും നേതാക്കളുടെ അറസ്റ്റും അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കരസേനാ ദിനത്തിൽ ചരിത്രം കുറിച്ച രാജ്യം. 2 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്തു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപ്പലുകൾ രാജ്യത്തിന് സമർപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി. രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളുടെ സുരക്ഷ അതിശക്തമാക്കുന്നതിന് 3 യോദ്ധാക്കളാണ് ഇന്ന് സേനയുടെ ഭാഗമായത്. ഇന്ത്യ പ്രാദേശികമായി തയ്യാറാക്കിയ 2 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും നീരണിഞ്ഞു. നീൽഗിരി, സൂറത്ത് എന്നിവയാണ് യുദ്ധക്കപ്പലുകൾ. വാഗ്ഷീർ ആണ് കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി. അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച യുദ്ധക്കപ്പലുകളാണ് നീൽഗിരിയും സൂറത്തും. പ്രൊജക്ട് 17 A ക്ലാസ് യുദ്ധക്കപ്പൽ വിഭാഗത്തിലുള്ളതാണ് നീൽഗിരി. പ്രൊജക്ട് 75ന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അവസാനത്തെ അന്തർവാഹിനിയായ വാഗ്ഷീർ സ്കോർപിയൻ വിഭാഗത്തിലുള്ളതാണ്. 23,562 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പ്രതിരോധ മേഖലയിലെ നിർണായക ചുവടുവെപ്പെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ സൈനിക കരുത്ത് വീണ്ടും ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. വിവിധ സേനാ മേധാവികളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ലോകം പ്രയാഗ്രാജിൽ. മഹാകുംഭമേളയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ഇന്നലെ 2.5 കോടി ഭക്തർ സ്നാനം നടത്തി. കേരളത്തിൽ നിന്നും നിരവധി പേർ എത്തിയിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ വൈബ്രന്റ് ആണ്, പോസിറ്റീവ് വൈബ്രന്റ് ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ക്രൗഡ് വന്നിട്ട് ആ ഒരു എല്ലാവരും ഒരേ ഇന്റൻഷനാണ് ഇവിടെ. ഇങ്ങനെ ഭക്തിയുടെ ഒരു മൂഡാണ്. നമുക്ക് വേറെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളത്
ഒരിക്കലും ബോധർ ചെയ്യുന്നില്ല, ഓർക്കുന്ന പോലുമില്ല ബാക്കിയുള്ള സ്ട്രഗിള്. അങ്ങനെ അത്രമാത്രം ഒരു പ്രത്യേക മൂഡാണത്. എന്താ ഒരു പറയാനുള്ളത്? ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ, കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബാണ്. എല്ലാവരുടെയും സിംഗിൾ ഇന്റൻഷൻ ആണല്ലോ, എല്ലാവരും വരുന്നത് ആ ഭക്തിയുടെ ഇതില്, പിന്നെ ഇവിടെ സ്നാനം, ഇതിന്റെ ഗംഗാ സ്നാനം ചെയ്യാൻ ആ ഒരു ഇന്റൻഷനിലാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഇതിന്റെ ആണെങ്കിൽ ക്ലൈമറ്റിന്റെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ വാം ആവുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി. അങ്ങനത്തെ ഈ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് ആഘോഷങ്ങളും പൂജകളൊക്കെ നടക്കാറുണ്ട്. അതുമായിട്ട് എന്താ വ്യത്യാസം ഫീൽ ചെയ്തത്? കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്, ഉത്സവമാണ്. എന്നാലും ഇതൊരു സ്പിരിച്വൽ ഫോം ഇത്രമാത്രം ഗ്യാദർനെസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു അതായത് ഒരു ഫാമിലിയിൽ ഇന്ന പ്രായത്തിലുള്ളതൊന്നുമില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും പ്രായം കൂടിയ ആളും ഇതിൻ്റെ അകത്ത് വരുവാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിബിൾ ആകാറില്ല. എത്ര വയ്യാത്ത ആൾക്കാരും ഞാൻ നോക്കിയിട്ട് നടക്കാൻ മേലാത്ത ആൾക്കാരുമായിട്ട് തീരെ ചെറിയ കൊച്ചിനെ വരെ ഷോൾഡറിൽ എടുത്തിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഒരു ഉത്സവം നമുക്ക് വളരെ അപൂർവമാണ്. എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഞങ്ങളൊരു 45 ഡേയ്സ് ആണ് ടോട്ടൽ 45 ഡേയ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സെറ്റിൽമെന്റ് ആണ് ഇത്, അതായത് VIP സെറ്റിൽമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് റിസോർട്ടിന്റെ ഭാഗം, കാർണോസ്റ്റി റിസോർട്ടിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഒരൊറ്റ സിംഗിൾ, അതായത് മെയ്ഫെയർ, കാർണോസ്റ്റി, ഇങ്ങനെ 2 ടീം വന്നിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിഗംബരന്മാരായ നാഗസന്യാസികൾ കുംഭമേളയുടെ പ്രധാന പങ്കാളികളിൽ ചിലരാണ്. വേഷഭൂഷാദികൾ കൊണ്ടും വസ്ത്രധാരണം ഇല്ലാതെ പ്രത്യക്ഷപ്പെട്ടും ആചാരങ്ങളിലെ സവിശേഷതകൾ കൊണ്ടും വ്യത്യസ്തരാണ് ഇവർ. ഇവരിൽ ചിലരോട് സംസാരിച്ചു ന്യൂസ് 18 സംഘം. കാണാം. ഈ അഖാഡകളിൽ വ്യത്യസ്തങ്ങളായ വേഷഭൂഷാദികളുള്ള നിരവധി സാധുക്കൾ, സന്യാസികളുടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണാം. അവരൊക്കെ നമ്മുടെ ഈ ലൗകിക ലോകവുമായി അധികം ബന്ധമുള്ളവരല്ല. ഈ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ മാത്രമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരിൽ ചിലരോടൊന്ന് സംസാരിക്കാം. സ്വാമിജി, ആപ് കിധർ സെ? हम लोग उत्तराखंड से। सर, कैसा आश्रम है? खड़ा है, खड़ा उधर रहता है। ये कुंभ मेला के लिए आया है जी। क्या क्या हो रहा है कुंभ मेला में? क्या है, ये बहुत समय के बाद में संयोग बना है। कुंभ मेला एक महापर्व है और 12 वर्ष के बाद में ये पड़ा है. ഭസ്മം വസ്ത്രമാക്കിയ ഛത്തീസ്ഗഡ് സ്വദേശി ദിഗംബർ ദേവോത്തമനെ പോലെയുള്ളവർ, കാട്ടിൽ മാത്രം താമസിക്കുന്ന, കുംഭമേളയ്ക്ക് മാത്രം പുറംലോകം കാണുന്ന, കാട്ടുകരികളും ഇലകളും മാത്രം ഭക്ഷിക്കുന്ന ദിഗംബർ ഭവാനിഗിരിയും. किधर से आए? हम अमरकंटक से आए। अमरकंटक हाँ जी, कुटिया है जंगल में। जंगल में जी। किस जंगल में? अमरकंटक, नर्मदा उद्गम स्थल। और कितने आदमी रहता है आपके साथ? अकेले रहते हैं हम, कोई नहीं रहता हमारे साथ। रहना कैसा, गुफा में रहना किधर है? हाँ, झोपड़ी में। झोपड़ी में? जी हाँ। सिर्फ हाँ, मेला के लिए बाहर आता है? हाँ जी, मेला के लिए बाहर आता है। उधर खाना पीना सब कुछ? झाड़ पेड़ पत्ता मिलता है। हाँ, वही खाता है। वस्त्र भी नहीं पहनते? वस्त्र नहीं पहनते। हाँ जी। आपका वस्त्र है भस्म? भस्म वस्त्र है ना, ये भगवान का वस्त्र है, हमको दिया है भगवान ने। ദിഗംബർ ഭഗവാൻഗിരി എന്ന ഇദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു വനത്തിനുള്ളിൽ ഗുഹയിൽ കഴിയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുഗ്രഹം നേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട് ഈ കുംഭമേള എന്ന മഹാമേളയിൽ എത്താനുമൊക്കെയായി. ഇത്തരം സാധുക്കളായ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ഓംകാരേശ്വറിൽ ആശ്രമമുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയ് പൂരി ബാബയും. किधर से आया है? ओमकारेश्वर। उधर किधर रहता है आप? अरे ओमकारेश्वर आश्रम है हमारा। आश्रम है। अच्छा, ये कुंभ मेला के लिए आया है? हाँ। कितना दिन हो गए? 20 दिन हो गए। खाना पीना सब कुछ इधर ही है? हाँ, होता है, सब यहीं पे होता है। बनाता है? हाँ, खुद ही बनाते हैं, साथ कोई नहीं है अपने। अकेला आए हैं, अकेला जाएंगे, अकेला रहेंगे, सब काम अकेला। ഇങ്ങനെ കുംഭമേളയിൽ ലോകമെങ്ങും കാണാത്ത വ്യത്യസ്ത കാഴ്ചകളുടെ സംഗമഭൂമിയാണ്.
ജൈന വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരായ ഈ സന്യാസികൾ പലരും കുംഭമേളയ്ക്ക് മാത്രമാണ് പുറം ലോകം കാണുന്നത്. അതിനുശേഷം പുറം ലോകത്തോട് സമ്പർക്കമില്ലാതെ അവരുടെ ജീവിത രീതികളുമായി മടങ്ങും. കാട്ടിനുള്ളിലെ ഗുഹകളിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ആശ്രമങ്ങളിലേക്ക്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിനിടെ നെഞ്ചിൽ കാളയുടെ ചവിട്ടേറ്റ യുവാവിന് ദാരുണാന്ത്യം. മധുര സ്വദേശി നവീൻ കുമാറാണ് മരിച്ചത്. മധുര അവണിയാപുരത്താണ് സംഭവം. ജല്ലിക്കെട്ടിൽ കാളയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്. ചികിത്സയിലിരിക്കെയാണ് മരണം. 20ഓളം പേർക്കാണ് ജല്ലിക്കെട്ടിനിടെ പരിക്കേറ്റത്. ഇടവേള.